Ready, 1, 2, 3, go! ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്താ ചെയ്യുക അതൊക്കെ ചെയ്യുക. ഹേ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഒരു ഹാപ്പി വിഷു. സോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ നമ്മളൊരു മോൺസ്റ്റർ ആർ സി കാർ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിപ്പോൾ ഒരു തേർഡ് വീഡിയോ ആണ് മോൺസ്റ്റർ ആർ സി കാർ ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് ചെയ്ത മോൺസ്റ്റർ ആർ സി കാർ എന്ന് പറയുന്നത് 40 കിലോമീറ്റർ പോകുന്ന ഒരു മോൺസ്റ്റർ ആർ സി കാറാണ് സ്പീഡിൽ പോകുന്നത്. സോ ഇന്നത്തെ ഇവിടെ നമ്മൾ ചെയ്യുന്നത് 70 കിലോമീറ്റർ ഫാസ്റ്റിൽ പോകുന്ന ഒരു മോൺസ്റ്റർ ആർ സി കാറാണ്. സോ അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഗൈസ്, ഈ ഒരു മോൺസ്റ്റർ കാറിൻ്റെ റേറ്റ് ഒന്നൊക്കെ 14,000 രൂപയാണ്. സോ നമ്മളിത് ഓർഡർ ചെയ്തൊക്കെ നമ്മുടെ വേറെ ഇവിടെ നിന്നല്ല, നമ്മുടെ വാങ്ങാറുള്ള യൂക്ലിക്കിൻ്റെ പേജിൽ നിന്നാണ്. നല്ല വീരിന് കിട്ടുക, അതാണ് എൻ്റെ കണ്ണിങ്ങനെ ചെറുതായി പോണത്. നിങ്ങൾക്ക് ഇതേപോലത്തെ ആർ സി കാർസ് അതേപോലെ തന്നെ പല ടൈപ്പിലുള്ള ആർ സി കാർസ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ യൂക്ലിക്കിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് അല്ലെങ്കിൽ താഴത്തെ നമ്പർ കൊടുത്തേക്കാം, വാട്സ്ആപ്പ് നമ്പർ, അതിൽ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും ഞാൻ പിന്നെ വലിച്ചു നീട്ടുന്നില്ല. സോ നമുക്ക് എന്തായാലും നമ്മുടെ അൺബോക്സ് ചെയ്യാം നമ്മുടെ മോൺസ്റ്റർ ആർ സി കാർ. അപ്പോൾ അതിൻ്റെ സ്പീഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നതായിരിക്കും. സോ നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം ഗൈസ്. അപ്പോൾ ഇതേപോലത്തെ പെട്ടിയിലാണ് നമ്മുടെ ആർ സി കാർ വരുന്നത്. സോ നമുക്ക് എന്തായാലും നമുക്ക് തുറന്നു നോക്കാം. അതുപോലെ തന്നെ കുറച്ച് പ്രൊഡക്ട്സ് ഞാൻ പ്രൊട്ടൈൽ ടാഗ് ചെയ്ത് വെക്കാം. സോ നിങ്ങൾക്ക് അഫോർഡബിൾ റേറ്റിൽ ആർ സി കാർസൊക്കെ അതിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ എനിക്ക് ഇതേപോലത്തെ കത്തി, അതേപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന കുറേ പ്രൊഡക്ട്സ് ഞാൻ അതിൽ ടാഗ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാൻ പറ്റുന്നതാണ്. സോ നമ്മുടെ യൂക്ലിക്കിൻ്റെ പേജിൽ നമുക്ക് ഫാസ്റ്റ് ഡെലിവറിയാണ്. നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 4 ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ വീട്ടിലെത്തും. പിന്നെ ഈ വെക്കേഷനൊക്കെ ആയ കാരണം നിങ്ങൾക്ക് ആർ സി കാർസൊക്കെ ഓടിച്ച് നല്ല അടിപൊളി കളിക്കാനൊക്കെ പറ്റും. പിന്നെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ സജസ്റ്റ് ചെയ്ത് മേടിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഒരുമിച്ച് റേസിംഗ് ഒക്കെ നടത്താൻ പറ്റുന്നതാണ് ഗൈസ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പെട്ടി എന്ന് പറയുന്നത്. സോ ഈ പെട്ടി തുറന്നു കഴിഞ്ഞാൽ എൻ്റെ മോനെ ഗൈസ്, ഇതാണ് നമ്മുടെ മോൺസ്റ്റർ എന്ന് പറയുന്നത്. അഡ്വഞ്ചർ പ്രോ എന്നാണ് ഇതിൻ്റെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പേര്. സോ സിച്ചിയോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് ഈ കാണുന്ന മോഡൽ ഇറക്കുന്നത് കേട്ടോ. സോ ഇതൊരു യമണ്ട റൈറ്റാണ്. സോ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം ഗൈസ്. പിന്നെ നിങ്ങൾ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാൻ താഴത്തെ ലിങ്ക് കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അപ്പോൾ അതിൽ കുറച്ച് ഫ്രീ ആയിട്ട് ആർ സി കാർസൊക്കെ ഞാൻ തരുന്നുണ്ട്. സോ നിങ്ങൾ അതിൽ റീൽസ് കാര്യങ്ങൾ കണ്ടോളൂ. സോ നമ്മുടെ ഈ കാണുന്ന ആർ സി കാർ എടുക്കാം. എൻ്റെ മോനെ നല്ല വെയിറ്റ് ഉണ്ട്. സോ ഇതാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് അഡ്വഞ്ചർ പ്രോ എന്ന് പറയുന്നത്. ഇതൊരു 4 വീൽ ഡ്രൈവ് ആർ സി കാറാണ്. സിച്ചു എന്നാണ് ഇതിൻ്റെ ബ്രാൻഡിൻ്റെ പേര്. സിച്ചു എന്ന് പറയുന്നത് ചൈനീസ് ബേസ്ഡ് ആർ സി കാർസ് ഉണ്ടാക്കുന്ന ഒരു ബ്രാൻഡാണ്. അവിടുത്തെ ഒരു കിടിലൻ ബ്രാൻഡാണ്. സോ അവിടെ നിന്നാണ് നമ്മൾ ഇറക്കിയേക്കുന്ന ഐറ്റം. സോ ഈ കാണുന്നതാണ് ഇതിൻ്റെ പെട്ടി എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ സൈഡിൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, സ്പെക്കും കാര്യങ്ങളൊക്കെ. സോ ഇതാണ് എൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇത് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം. അപ്ഗ്രേഡ് ചെയ്യേണ്ട ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്. സോ അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇവിടെ നിന്നാണ് തുറക്കുന്നത്. തുറക്കുമ്പോൾ ഇവിടെ ഒരു ആർ സി കാറിൻ്റെ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇരിക്കണം നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത്. എൻ്റെ മോനെ സീൻ ഐറ്റം. പിന്നെ എൻ്റെ കയ്യിലൊരു മുന്നേ ഇതേപോലത്തെ ഒരു മോൺസ്റ്റർ കാർ ഉണ്ടായിരുന്നു. അതാണ് ഈ ഐറ്റം എന്ന് പറയുന്നത്. ടയർ ഞാൻ ഊരി വെച്ചേക്കാണ്. കുറച്ച് അപ്ഗ്രേഡും കാര്യങ്ങളും ചെയ്യാനുണ്ട്. സോ അതിനേക്കാൾ വലിയൊരു ഐറ്റമാണ് ഇത്. പിന്നെ അതുപോലെ തന്നെ ആ കാണുന്ന ഐറ്റം 40 കിലോമീറ്ററാണ് പോകുന്നത്. പക്ഷേ നമ്മുടെ ഈ കാണുന്ന ഐറ്റം അപ്രോക്സിമേറ്റ്ലി 70 കിലോമീറ്റർ സ്പീഡിൽ ആണ് നമ്മുടെ ഈ കാണുന്ന ആർ സി കാർ ഓടിക്കാൻ പറ്റുക. വാവ് ഗൈസ്, ഇത് തമ്മിൽ ഞാൻ വെച്ചിട്ട് ഞാൻ കമ്പാരിസൺ കാണിച്ചു തരാം കേട്ടോ. ഇത് എടുക്കുമ്പോൾ എൻ്റെ മോനെ ഗൈസ് നോക്ക്, ഇതാണ് ഐറ്റം. ഒടുക്കത്തിൽ ലുക്കാണ്. ടയറൊക്കെ ഭയങ്കര വലുപ്പാട്ടോ ഗൈസ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട് ഇതേപോലത്തെ സംഭവം വന്നിട്ടുണ്ട്. ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ റിമോട്ടും കാര്യങ്ങളും കാണാൻ പറ്റും. സോ ഈ കാണുന്നതാണ് എൻ്റെ റിമോട്ട് എന്ന് പറയുന്നത്. ഇത് 2.4 ഹെർട്സിൻ്റെ ഒരു റിമോട്ടാണ്. പിന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുമ്പോൾ ഹൈ, മീഡിയം, ലോ ഇതിൻ്റെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഓൺ ഓഫ്, പിന്നെ റൈറ്റ്, ലെഫ്റ്റ്. ഇതാണ് എൻ്റെ ഐറ്റം എന്ന് പറയുന്നത്. പിന്നെ ഈ വെട്ടിയിൽ വന്നിട്ടുണ്ട് നമ്മുടെ യൂസർ മാനുവലും പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു നോട്ടീസ് പോലത്തെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. ഇതാണ് യൂസർ മാനുവൽ. സോ നിങ്ങൾക്ക് ഇത് നോക്കിയിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൽ കുറച്ച് എക്സ്ട്രാ ഐറ്റംസ് വന്നിട്ടുണ്ട്. ഇത് ഈ കാണുന്നത് നമ്മുടെ ടയർ ഊരാനുള്ള ഐറ്റമാണ്. പിന്നെ എക്സ്ട്രാ LED ബൾബ്സും പിന്നെ ചാർജിങ് കേബിളും സ്ക്രൂ ഡ്രൈവറൊക്കെ വന്നിട്ടുണ്ട്. സോ ഇതാണ് ഈ ഒരു പാക്കേജിൽ വന്നിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ കാണുന്ന ബോക്സിൽ വന്നിക്കുന്നത്. സോ നമുക്ക് ബോക്സ് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മുടെ ഈ കാണുന്ന ആർ സി കാർ ഒന്ന് ഓണാക്കി വെക്കാം. ഈ കാണുന്ന ആർ സി കാർ ഒരു 14 ഏജിന് മേലുള്ളവർക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾ താഴെയുള്ളവർ യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് വെച്ചിട്ട് അപകടങ്ങൾ ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. എന്ന് വെച്ചാൽ ഇത് ഭയങ്കര ഫാസ്റ്റ് ആയതുകൊണ്ട് കൃത്യമായ കൺട്രോൾ ഇല്ലെങ്കിൽ നമ്മുടെ കൈ വിട്ട് പോകാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. സോ അത് നോക്കി കണ്ട് നിങ്ങളാണ് യൂസ് ചെയ്യാനായിട്ട്. പിന്നെ ഇതിൻ്റെ ഒരു സ്പെക്ക് ഞാൻ പറഞ്ഞുതരാം. ഇത് ഇലക്ട്രോണിക് സ്പീഡിൻ്റെ കൺട്രോളിങ് കാര്യങ്ങളോട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ഷോക്ക് അബ്സോർബർ എന്ന സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്രഷ്ലെസ് മോട്ടോഴ്സ് നിൽക്കുന്നത്. പിന്നെ 7.4 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി വന്നിട്ടുണ്ട്. അപ്രോക്സിമേറ്റ്ലി ഒരു
എത്ര 1500 mAh ബാറ്ററിയാണ് വന്നിക്കുന്നത്. ഓക്കെ, പിന്നെ റബ്ബർ ടയേഴ്സ് വന്നിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ കാണുന്ന RC കാറിൽ വന്നിക്കുന്നത്. ഗൈസ്, പിന്നെ ഈ കാണുന്ന ബമ്പർ നിങ്ങൾ അടിച്ച് പൊളിക്കുകയാണെങ്കിൽ ഇവിടെ എക്സ്ട്രാ ബമ്പറും കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ബമ്പർ പൊട്ടിപ്പോയാലും വേറെ സീനൊന്നുമില്ല. പിന്നെ ഇതാണ് ഇതിൻ്റെ യൂസർ മാനുവൽ എന്ന് പറയുന്നത്. പിന്നെ ഇതിലത്തെ ഐറ്റംസ്, ഇതിലത്തെ എന്താ പറയുക, പാർട്സിൻ്റെ എല്ലാ പേരും ഇതിലുണ്ട്. സോ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പാർട്ട് മിസ് ചെയ്താലും കണ്ടാ ഇതിലുണ്ട്. സോ നിങ്ങൾക്ക് ഓൺലൈൻ നോക്കിയിട്ട് മേടിക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ RC കാർ എന്ന് പറയുന്നത് സ്വിച്ച് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ അഡ്വഞ്ചർ പ്രോ എന്ന് പറഞ്ഞ മോഡൽ. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഈ കാണുന്ന ടയർ എന്ന് പറയുന്നത് ഈ ടയറിൻ്റെ ഇതുണ്ടാ ഭയങ്കര സോഫ്റ്റ് ടയേഴ്സാണ് കൊടുക്കുന്നത്. പിന്നെ ഇതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ 4 ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്, മിനിയേച്ചർ ആൾക്കാർ. അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ സസ്പെൻഷൻ കാണിച്ചു തരാം. കണ്ടോ, അടിപൊളി സസ്പെൻഷനാണ്. ഇത് മേലെ നിന്നിട്ടോ, വാവ്, കിടിലൻ സസ്പെൻഷൻ കൊടുത്തുകൊണ്ട്. പിന്നെ ഈ ബോഡി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ കാണാൻ പറ്റും. ഈ ഒരു കാറിൽ ഇവിടെ LED ബൾബ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിൽ LED കൊടുത്തിട്ടുണ്ട്. സോ ഇത് ഓണാക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ സസ്പെൻഷൻ എന്ന് പറയുന്നത്. മാരക സസ്പെൻഷനാണ് കേട്ടോ. സോ ഇത് നമുക്ക് പറന്നിട്ട് ലൈക്ക് ഇത് ചാടിയിട്ട് നിലത്ത് വീണാലും വേറെ സീനൊന്നുമില്ല. ആ കയ്യിലുള്ള RC കാറിനെ വെച്ചിട്ട് നോക്കുമ്പോൾ ഇതിൻ്റെ ബാക്കിൽ നമുക്ക് ഈ കാണുന്ന ഒരു ഐറ്റം വരുന്നുണ്ട്. ഇതാണ് ഹെഡ്സ് അപ്പ് വീൽ എന്ന് പറയുന്നത്. ഈ സാധനം നമ്മുടെ RC കാറിന് നല്ല ഫാസ്റ്റ് പോകുമ്പോൾ സാധനം ഇങ്ങനെ മേലേക്ക് പൊന്തിട്ട് പോകും. അപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ RC കാർ ബാക്കോട്ട് മറിഞ്ഞ് വീഴാണ്ടിരിക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന സംഭവമാണ് ഇത് കൊടുക്കുന്നത്. മാത്രമല്ല ഇവിടെ പിടിച്ചിട്ട് നമുക്ക് ഈ RC കാർ ഇങ്ങനെ തൂക്കി പിടിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. ഗൈസ്, അപ്പോൾ നമ്മുടെ ബാറ്ററി നമ്മുടെ ഈ കാണുന്ന റിമോട്ടിൽ ഇട്ട് കൊടുക്കാം. സോ നമുക്ക് റിമോട്ടിൽ നോക്കാനാണെങ്കിൽ 2.4 ഹെർട്സിൻ്റെ റിമോട്ടാണ് വന്നിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ലൈറ്റിൻ്റെ ഓപ്ഷൻ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഓണാക്കാൻ, സ്വിച്ച് ഓണാക്കാൻ. പിന്നെ ഇതിൻ്റെ നിങ്ങൾക്ക് ലെഫ്റ്റ് റൈറ്റ് മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഈ കാണുന്ന ഫ്രണ്ടിലത്തെ ടയർ കൂടുതൽ നിങ്ങൾക്ക് റൈറ്റിക്ക് വേണോ ലെഫ്റ്റിക്ക് വേണോ അത് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല ഹാൻഡി ആയിട്ടുള്ള റിമോട്ടാണ്, നല്ല വെയിറ്റ് കുറവാണ്. സോ എന്തായാലും നമുക്ക് ബാറ്ററി ഇട്ട് കൊടുക്കാം. സോ നമ്മുടെ റിമോട്ടിൽ ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. സോ നമ്മുടെ ഈ കാർ ഓൺ ആക്കണമെങ്കിൽ നമ്മുടെ ഈ കാറിൻ്റെ ബോഡി ഒന്ന് ജസ്റ്റ് ഒന്ന് ഊരിയെടുക്കണം. സോ ഈ കാണുന്ന ഐറ്റംസ് ഉണ്ടോ, ഇത് നമുക്ക് ഇതിൻ്റെ മേലിൽ നിന്ന് മാറ്റണം. സോ ഇതും നമ്മൾ ഇങ്ങനെ മാറ്റി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ കാണാൻ പറ്റും. ഇവിടെ ബാറ്ററി ഓൾറെഡി കണക്റ്റഡ് ആണ്. 1500 mAh ബാറ്ററിയാണ് ഞാൻ പറഞ്ഞില്ലേ. സോ ഈ ബാറ്ററി വന്നിട്ടുണ്ട്. അതിന് ചാർജിങ് കേബിളും കാര്യങ്ങളൊക്കെ ആ ഒരു ഇതിലുണ്ടായിരുന്നു, ആ ഒരു കവറിലുണ്ടായിരുന്നു. ഒരു ബ്രഷ്ലെസ് മോട്ടറാണ് വന്നിക്കുന്നത്. പിന്നെ ഇതാണ് ഇതിൻ്റെ ഈ കാണുന്നതാണ് ഇതിൻ്റെ ഓണാക്കുള്ള ബട്ടൺ എന്ന് പറയുന്നത്. സോ ഇത് അമർത്തി കഴിഞ്ഞാൽ ഗൈസ് നമ്മുടെ ലൈറ്റ് അവിടെ ഓൺ ആയിട്ടുണ്ട്. ഓൺ ആകുമ്പോൾ അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് പഴയ പോലെ തന്നെ വെച്ചിട്ട് ഈ കാണുന്ന പിൻസ് ഇട്ട് കൊടുക്കാം. ഗൈസ്, അപ്പോൾ നമ്മുടെ RC കാർ ഇവിടെ കണക്റ്റ് ആകാൻ പോവാണ്. സോ നമ്മുടെ എല്ലാ പണിയും കഴിഞ്ഞു. ഇതിൽ റിമോട്ടിൽ ബാറ്ററി ഇട്ടു. സോ ഇതെന്തായാലും ഓണാക്കാം. ഇവിടെയാണ് ഓണാക്കേണ്ടത്. ഓണാക്കി കഴിയുമ്പോൾ നമ്മുടെ ഐറ്റം അവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. ഈ ബ്ലിങ്കിങ് നിന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഐറ്റം കണക്റ്റ് ആയി എന്നാണ് അർത്ഥം. സോ ഇതിൻ്റെ ഫാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇത് ഹൈ സ്പീഡിലാണ് ഇട്ടത്. ഹൈ സ്പീഡ് ഇട്ടിട്ടുണ്ട്. സോ ഇതാണ് ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. റെഡി, 1 2 3 ഗോ. വേറെ ലെവൽ ഐറ്റം, കിളി പോയി. സോ ഇതാണ് ഇതിൻ്റെ ഹൈ സ്പീഡ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ലോ സ്പീഡിലേക്ക് മാറ്റാം. ഇതിങ്ങനെ ലോ സ്പീഡ് കിട്ടും. ഇതിൻ്റെ ലോ സ്പീഡ് കാണിച്ചു തരാം. ഇതാണ് ലോ സ്പീഡ് ആണെങ്കിലും അത്യാവശ്യം നല്ല സ്പീഡിൽ നമ്മുടെ ഐറ്റം പോകുന്നുണ്ട്. ഹൈ സ്പീഡിലേക്ക് മാറ്റുമ്പോഴാണ് ഇതിൻ്റെ കളി മാറണത്. ഈ ടയർ കറങ്ങുമ്പോൾ അതിൻ്റെ കാറ്റുകൊണ്ട് എൻ്റെ മുഖത്ത് കാറ്റടിക്കുകയാണ്. സോ ഗൈസ്, അപ്പോൾ ഇതാണ് ഞാൻ മുന്നേ വാങ്ങിച്ച എൻ്റെ മോൺസ്റ്റർ കാർ എന്ന് പറയുന്നത്. സോ ഇത് തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് നോക്കി അവിടെ കാണാൻ പറ്റും. ഇതിൻ്റെ സൈസിൻ്റെ വ്യത്യാസം മാറ്റം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മുടെ ഈ കാണുന്ന RC കാർ എന്ന് പറയുന്നത് 1:16 സ്കെയിലാണ് നമ്മുടെ ഈ കാണുന്ന RC കാറിൻ്റെ സൈസ് വന്നിക്കുന്നത്. സോ ഇത് തോന്നുന്നു എനിക്ക് 1:18 സ്കെയിലാണ്. സോ അതാണ് ഇത്ര ചെറുതായി എനിക്ക് തോന്നുന്നത്. ഇതും അത്യാവശ്യം നല്ല സ്പീഡിൽ പോകും. പക്ഷേ കമ്പാരിറ്റീവ്ലി ഇതാണ് നമ്മുടെ എന്താ പറയുക മോൺസ്റ്റർ എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യാനുള്ളത് നമ്മുടെ RC കാറിന് ഓടിച്ചു നോക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത്. സോ നമ്മുടെ അടുത്തൊരു ഗ്രൗണ്ട് ഉണ്ട്. അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് ഓടിച്ചു നോക്കാം. സോ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ പൊട്ടൻഷ്യലും കാര്യങ്ങളും കാണിച്ചു തരാൻ പറ്റും. അപ്പോൾ നമ്മുടെ RC കാർ എടുത്തിട്ട് ഇവിടെ ടെറസിൻ്റെ മേലെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് ഇതിൻ്റെ ചെറിയൊരു സ്പീഡ് ഞാൻ കാണിച്ചു തരാം. അല്ലെങ്കിൽ സാധനം ആ കാണുന്ന ഹോട്ടലിൻ്റെ ഉള്ളിൽ അപ്പുറത്തെ പറമ്പിലെത്തും. സോ ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് ഓടിച്ചിട്ട് എൻ്റെ സ്പീഡ് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് നോക്കിക്കോ. ഗൈസ്, സീനാണ് ഐറ്റം. കുറച്ച് വലിയൊരു ഗ്രൗണ്ട് തന്നെ വേണം അവനെ ഓടിക്കാനായിട്ട്.
പിന്നെ ഈ ഒരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിലത്തെ ലൈറ്റ് എല്ലാം മാറാം, ബാക്കിലത്തെ ലൈറ്റിലാണ് എൻ്റെ കണക്ഷൻ വന്നിക്കുന്നത് ഗൈസ്. അപ്പോൾ നമ്മുടെ RC കാറിനെ ഇതേപോലെ പെട്ടിയിലാക്കിയിട്ട് നമ്മൾ പോവാണ് ഗ്രൗണ്ടിലേക്ക്. അപ്പോൾ നമ്മളിത് ഇതേ ഈ കാണുന്ന ഗ്രൗണ്ടിലാണ് നിൽക്കുന്നത്. സോ നമ്മുടെ RC കാർ ഇതേ നമ്മൾ ഓടിക്കാൻ പോവാണ്. ഇവനെ ഈ ഗ്രൗണ്ടിൽ തന്നെ നമുക്ക് ഓടിക്കാൻ പറ്റുള്ളൂ, അതുമാതിരി സ്പീഡാണ്. സോ ഗൈസ് അപ്പോൾ നമ്മൾ ഇതേ എടുക്കാൻ പോവാണ്. വാ, പെട്ടൊക്കെ പൊളിഞ്ഞൊരു പരിവായി. ഇതാണ് നമ്മുടെ ഐറ്റം. ഓക്കെ, ഇനി ഓണാക്കാം. അപ്പോൾ ഇതേ ഇതാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത്. ഇവിടെ നല്ല വെയിലാണ്, അതുകൊണ്ട് ഞാൻ ഈ ഗ്ലാസ് വെച്ചേക്കണം, അല്ലെങ്കിൽ എനിക്ക് കണ്ണ് നോക്കാൻ പറ്റില്ല. സോ ഇവനെ ഈ കാണുന്ന ഗ്രൗണ്ടിൽ നമ്മൾ ഇട്ടിട്ട് ഓടിച്ചിട്ട് പറപ്പിക്കാൻ പോവാണ്. സോ അതിൻ്റെ ഫുൾ സ്പീഡും കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫുൾ സ്പീഡാണ്. ഓക്കെ, ഊഫ് ഗൈസ്, കല്ലും മണ്ണൊക്കെ തെറിച്ചിട്ട് വേണം ഐറ്റം. സീനാണ് ഐറ്റം. ഈ കാണുന്ന RC കാർ വെച്ചിട്ട് ഇവിടെ നമ്മളിവിടെ പൂക്കളം വരച്ചിരിക്കുകയാണ്. അപ്പോൾ അതെ ഇതാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത്. സോ ഇതാണ് ഇതിൻ്റെ ഫുൾ സ്പീഡ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ലോ സ്പീഡും മീഡിയം സ്പീഡും ഞാൻ കാണിച്ചു തരാം. അപാര ഐറ്റം, എനിക്ക് ഒന്നും പറയാനില്ല. നിങ്ങളിപ്പോൾ തന്നെ കയറി പർച്ചേസ് ചെയ്തു, വേറെ ലെവൽ ഐറ്റാണ്. സോ ഇതിൻ്റെ ഇനി മീഡിയം സ്പീഡിൽ ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. മീഡിയം സ്പീഡ് ഇടുമ്പോൾ എൻ്റെ മീഡിയം സ്പീഡ് ഞാൻ ഇട്ടിട്ടുണ്ട്. മീഡിയം സ്പീഡ് ഇടുമ്പോൾ ഈ കാണുന്നതാണ് എൻ്റെ മീഡിയം സ്പീഡ് എന്ന് പറയുന്നത്. നോർമലി ഒരു RC കാറിൻ്റെ ഇത് ലോ സ്പീഡാണ്. ലോ സ്പീഡിൽ നമ്മുടെ ഐറ്റം എത്രയാണ് പോണത്. പക്ഷേ ഹൈ സ്പീഡിൽ വരുമ്പോൾ നിങ്ങൾ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം ഫാസ്റ്റാണ്. ഗൈസിലെ നമ്മുടെ ഐറ്റം തീപ്പൊരിയാണ്. ഫാസ്റ്റ് നോക്കി നിങ്ങൾ. വാവ്, ഇതേപോലെ ഒരു ഗ്രൗണ്ടൊക്കെ കിട്ടി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് അപ്പോൾ ഇത്രയാണ് നമ്മുടെ RC കാറിൻ്റെ വിശേഷം എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. സോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്താ ചെയ്യുക അതൊക്കെ ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് ഇത് കാർ വേണം നിങ്ങൾ കമൻറ്റ് അടിക്കുക. സോ ഇത്രയുള്ളത് വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ, ബൈ.